والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും കീഴടങ്ങളുടെയും പ്രവർത്തകരെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരെ, ഈ പരിപാടി ഇവിടെ കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ള മറ്റു ശ്രോതാക്കളെ, ബഹുമാന്യനായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കാര്യദർശി ബഹുമാന്യനായ ഉസ്താദ് റഹ്മാൻ ഫൈസി അവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ ഏകദേശം 8 പതിറ്റാണ്ട് കാലമായി ഇവിടെ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ എക്കാലത്തും ശത്രുക്കളുണ്ടായതുപോലെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സുന്ദരമായ കേരളത്തിന്റെ മണ്ണിൽ ദീനിന്റെ പ്രചരണത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ആരുടെയോ അധികാരം പറ്റികളായി മാറി സാത്വികന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ അനുയായികളും ആരും മാപ്പ് കൊടുത്താൽ മാപ്പർഹിക്കാത്ത രൂപത്തിലുള്ള തെറ്റുകളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂട്ടാവിലെ മഹൽ ജുമുഅത്ത് പള്ളിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവരോട് സൂചിപ്പിക്കുകയുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പരിപൂർണമായ ഉത്തരവാദിത്വത്തിലെ രംഗത്ത് ചെയ്ത് നമ്മുടെ ആളുകൾ സംഭാവന കൊടുത്തുണ്ടാക്കിയ കൂട്ടാവ് ജുമുഅത്ത് പള്ളി പച്ച കളവ് പറഞ്ഞുകൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് അത് പിടിച്ചടക്കാൻ വേണ്ടി RSSകാരെയും BJPക്കാരെയും ബജറംഗദളുകാരെയും മാനിപ്പിക്കുന്ന രൂപത്തിലാണ് സാക്ഷാൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ കീഴിലുള്ള അണികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നെനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വാർത്ത, അവിടെ ജോലി ചെയ്യുന്ന ഈ ഭാഗത്തിലെ മുസ്ലിയാക്കന്മാർ ഞങ്ങൾ വേണമെന്ന് പറഞ്ഞവരാണ് ആ പള്ളി ഉണ്ടാക്കിയതെന്നും ആ പള്ളി നിൽക്കുന്ന സ്ഥലം ഞങ്ങളുടെ പേരിലാണെന്നുമാണെന്ന് ഞാൻ വളരെ വ്യക്തമായി വെല്ലുവിളിക്കുന്നു. ഭൂമിക്ക് മുകളിൽ ആ പള്ളിക്ക് വേണ്ടി ഒരു വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരുപാട് കാലമായി നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇവിടെ പത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നാടുനീള പത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, പള്ളികളിൽ ഉണ്ടാക്കി മദ്രസകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് ബാപ്പാനെ കണ്ടാൽ മന്ദമിണ്ടാക്കുന്ന മക്കളുണ്ടാക്കി, ജേക്കരെ കണ്ടാൽ മിണ്ടാക്കാനും അനുജനെ ഉണ്ടാക്കി, അനുജനെ കണ്ടാൽ മിണ്ടാക്കുന്ന ജേക്കറി ഉണ്ടാക്കി. ഈ കലുഷിതമായ സാഹചര്യത്തിലേക്ക് കൊണ്ട് ഇവിടെ തീർത്താൽ തീരാത്ത നഷ്ടത്തിന്റെ കണക്കുകളുമായിട്ടാണ് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരെ കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം ഏതൊന്നിനു വേണ്ടി ഇവിടെ നിലനിൽക്കുന്നുവോ ആ ആദർശം നിലനിൽക്കാൻ വേണ്ടി SKSSത്തിന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും പ്രവർത്തകന്മാരുടെ അവസാന കാലത്തുള്ള രംഗം ഇവിടെ ചിന്തേണ്ടി വന്നാലും ഞങ്ങളതിന് തയ്യാറാണ് എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ നാടായ നാടുകൾ മുഴുവനും ഫിത്നയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. A.P. ദിവാകരന്റെ കീഴിലുള്ള സമസ്ത എന്ന് അറിയപ്പെടുന്ന അരവിന്ദ് പോലും കൊല്ലാതെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് എന്നവരെ അറിയപ്പെടുന്ന ഞാൻ ജോലി ചെയ്യുന്ന ചെങ്ങാലിയിലെ ഈ സുലൈമാൻ മുസ്ലിയാർ, ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ ഈ സുലൈമാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വിശുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആശാത്തിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ഉന്നതത്തിൽ വിശ്വാസമുണ്ടോ? ഈ സമുദായത്തെ വഞ്ചിക്കാൻ വേണ്ടി, ഈ സമുദായത്തെ ഗതനം കൊള്ളയടിക്കാൻ വേണ്ടി നിങ്ങളിവിടെ വ്യാജമുടി കൊണ്ടുവന്നു. ആ വ്യാജമുടിയുടെ പേരിൽ ഈ സമുദായം എന്ന ബോധത്തിന്റെ നാനാഭാഗത്തും മുസ്ലിം സമുദായം നെറികേടിന്റെ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സുന്നത്തെന്ന് പറഞ്ഞാൽ അത് വെറും ഒരു മുടിയാണെന്ന രൂപത്തിൽ ഈ പ്രവാചകനെ ജനമധ്യത്തിൽ താരടിച്ചുകൊണ്ടാണ് കാന്തപുരമിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നതിന്റെ പുറമെ റൗള ഷരീഫിൽ നിന്ന് കൊടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ വിശദീകരണം ഇവർ 5-ാം തീയതി ഇൻഷാ അല്ലാഹ് ഓണമതിൽ വെച്ചുകൊണ്ട് LCD ക്ലിപ്പിംഗ് സഹിതം നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നിങ്ങളെ സാന്ദർഭികമായ
അവ ചുരുക്കത്തിൽ മേലാളന്മാരുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സമരമാണ് ജീവിതമെന്നല്ല, ഇത്രയാണ് ജീവിതമാണ്. പോലീസുകാരോട് ഞങ്ങൾക്ക് പക്ഷത്ത് നിൽക്കണം, നിങ്ങൾ നിയമത്തിന്റെ പക്ഷത്ത് നിൽക്കണം. വോട്ടുകൾക്കിന്റെ അടിയിൽ കണ്ടിട്ടോ അതിന്റെ നേതാക്കന്മാരുടെ ഫോണുകൾ കണ്ടിട്ടോ സത്യത്തിനെതിരെ നീതിക്കെതിരെ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ കാശിപ്പായം രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാനോ രാജ്യത്ത് പ്രശ്നമുണ്ടാക്കാനോ അല്ല, പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ഇവരാണ് നിങ്ങൾ ഈ വലിയ ദൗത്യവുമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കൂടുതലാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയൊരു പ്രശ്നത്തിന് നിങ്ങളുടെ ഗണ്യമായ പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി തരണം. 100% സമസ്തകളെ ജന്മത്തിലുമാക്കി ബന്ധപ്പെട്ടിട്ടുള്ള ആ പള്ളിയിൽ നിന്ന് തിരിച്ചടക്കി നിസ്കരിക്കുന്നതിന്റെ സ്ഥലത്ത് വരെ നിസ്കരിക്കുന്നതിന്റെ ഹുക്കുമെന്താണെന്ന് തലപ്പാവ് ധരിച്ച വികൃതമന്ദിരന്മാരെ പോസ്റ്ററേറ്റിക്കാരെ കിതാബോടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മസ്തല സമുദായത്തോടെ വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പരിശുദ്ധമായ ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാനപ്രകാരം ഷാഫി ഇമാമിന്റെ മദ്ഹബിന്റെ അടിസ്ഥാനപ്രകാരം അതിന്റെ ഹുക്കുമെന്താണെന്ന് ഈ സമുദായത്തോട് നിങ്ങൾ തുറന്നു പറയണം. മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ കുളപ്പുറം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. 100% അത് SSFന്റെ അത് രാമപുരത്തിന്റെ മഹലാണ് കുളപ്പുറം മഹല്. ആ കുളപ്പുറം മഹലിൽ കുളപ്പുറം അത് മലപ്പുറം ജില്ലയിലാണ്. ആ കുളപ്പുറത്തെ മഹലിൽ 100-400 വരുന്ന വീടുകളുള്ള ആ മഹല്ലത്തിൽ 100% രാമപുരത്തിന്റെ ആളുകളാണ് അവിടെ. അദ്ദേഹത്തിന് ഹിന്ദി പാടുന്ന അദ്ദേഹത്തിന് വിളിച്ചെടുത്തിട്ട് ഒരു കടലാസ് കമ്മിറ്റി ഉണ്ടാക്കി. ജനവിനോദോടിക്കാരെ വിളിക്കാതെ ഒരു കടലാസ് കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ ആ കമ്മിറ്റി പ്രവർത്തനമാണ്. അങ്ങനെ ജനബോർഡ് കൂടിയിട്ടുണ്ടെന്നും ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. അതിൽ പരിശോധിച്ചുകൊണ്ട് 114 ആളുകൾ നമസ്കാരത്തിരിക്കുന്നു എന്നീ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 100% നിങ്ങളുടെ മഹലുകളായിരുന്നു. ഇതവർ വഖഫ് ബോർഡ് കൊടുത്തിട്ടുള്ള പരാതിയാണ്. 114 ആളുകൾ പേരെഴുതി ഒപ്പിട്ടിട്ടുള്ള ഈ പരാതി അവർ പറയുന്നത് പൊന്മരകളവ് പറയുമെന്ന്, പൊന്മരകളത്തിൽ കാണിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് അവർ കോടതി പരാതി ബോധിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായി ഈ 114 ആൾ രംഗത്തിറങ്ങിയിട്ട് ഈ പൊന്മാർദ്ദ മുസ്ലിയാരെ കോടതി കാക്കാൻ വേണ്ടി പോകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അണികൾ പോലും സ്വന്തം നേതാവിന്റെ മൂക്ക് തോടിയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രമേയങ്ങളും നിങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങളും ഈ സമുദായത്തിൽ ഒരിക്കലും നിയന്ത്രിക്കില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി, ഇവിടെ അനൈക്യങ്ങളുണ്ടാക്കി, ഇവിടെ കുപ്രചരണം നടത്തിവിട്ടുകൊണ്ടാണ് നിങ്ങൾ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തോന്നിവാസങ്ങളായ നാട്ടിൽ നടത്തിയിട്ടുള്ളത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കൂട്ടാതെ ഇങ്ങനെ ഒരു പ്രശ്നത്തിന് നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ പോട്ടെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഈ കൂട്ടാവിൽ കാന്തപുരത്തിന്റെ അനുയായികൾ ചെയ്തിട്ടുള്ള ഈ പ്രവർത്തനം ഒരാശനാണ് ചെയ്തതെങ്കിൽ, ഒരു BJP-ക്കാരനാണ് ചെയ്തതെങ്കിൽ അവർ മറിച്ച പ്രവർത്തനങ്ങൾ എടുക്കേണ്ടി വരില്ലേ? അവരെ രക്തപുരമണിക്കില്ലേ? എത്ര വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടേണ്ട ഒരു ബാധ്യത ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കഴിഞ്ഞ മാസത്തിൽ കാന്തപുരത്തിന്റെ മുഷാവറ നടന്നപ്പോൾ കാന്തപുരത്തിന്റെ മുഷാവറയിൽ വലിയ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്, പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, പല സംസാരങ്ങളുണ്ടായിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജസ്റ്റിസ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ സമസ്തയുടെ ജമ്മിയുടെ നേതാക്കന്മാർക്ക് മതികൾക്കും കാശില്ലെങ്കിലും പണമില്ലെങ്കിലും മുടിയില്ലെങ്കിലും പൊടിയില്ലെങ്കിലും അവർക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്, അവർക്ക് പരിപൂർണമായ തവക്കുലുണ്ട്. സത്യത്തിലാണ് മുഖം നിലകൊള്ളുന്നത്. ഈ സത്യത്തിനെതിരെ ആരെ കണ്ണടച്ചിട്ടാക്കിയാലും അത് അസത്യമാകുമെന്നുള്ള ില്ലെങ്കിൽ ഭൂരവ്യാപകമായ പ്രത്യാഘാതം ബാന്ധവരെ മനോരഞ്ജിക്കേണ്ടി വരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ, നിങ്ങൾ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നോക്കൽ ചെയ്യണം. കഴിഞ്ഞ ദിവസം വിഘടിതന്മാരുടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി ഇവിടെ. ആ പ്രതിഷേധ പ്രകടനത്തിൽ അവരെ ഭൂരിപക്ഷം പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിനെതിരെയായിരുന്നു. ഞാൻ മുസ്ലിം ലീഗിനെ പറഞ്ഞതുകൊണ്ട് പ്രതികരിക്കുകയല്ല. പക്ഷെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പള്ളികൾ, ഒട്ടനവധി മദ്രസകൾ, ഒട്ടനവധി യതീംഖാനകൾ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളെ പോലെ കള്ളത്തരത്തിൽ പണം പിരിച്ചവരല്ല. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പണം പിരിച്ചു കൊണ്ടുവന്ന് ഒട്ടനവധി സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളെയോ മാറ്റിവെച്ച് കാന്തപുരത്തിന് കേരളത്തിൽ നടക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാന്തപുരത്തിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ കേരള നാടിനെ അടിച്ചു വന്നപ്പോൾ കാന്തപുരം ഒരു മനുഷ്യരാണ്, അദ്ദേഹത്തെ മാനകത്തിനെ പാടില്ലെന്ന് പറഞ്ഞ് കേരള നാട് ഭാരതെന്ന് പറഞ്ഞത് ഞങ്ങളുടെ കരടിന്റെ കഷ്ടമായ പുണ്യഭൂമാൻ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളായിരുന്നു. അതിന് വിലക്കേർപ്പെടുത്തിയിരുന്നില്ലായിരുന്നെങ്കിൽ നാട്ടിലൂടെ ആളുകൾ നിറഞ്ഞോടിക്കുന്ന പട്ടിയെ പോലെ വരുമായിരുന്നു. ഞങ്ങളുടെ നേതാവിന്റെ സത്യത്തിന്റെ സമാധാനത്തിന്റെ ഒരു വാക്കുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് പലതും പറയേണ്ടതുണ്ട്, പലതും പറയാനുണ്ട്. ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചാൽ നിങ്ങൾക്ക് നാട്ടിലൂടെ ഇറങ്ങാൻ പറ്റാത്ത ഗതികേട് വരും. അതുകൊണ്ട് നിങ്ങൾ ഈ രഹസ്യങ്ങളുടെ പിൻവാതിലെ നിങ്ങൾ തുറപ്പിക്കരുത്. തുറക്കാൻ ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ നിങ്ങൾ പല സ്ഥലങ്ങളിൽ ആക്രമിച്ചിട്ടുണ്ട്. മൂട്ടാവിൽ നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. ഞങ്ങളുടെ പ്രവർത്തകന്മാർ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിയുടെ എണ്ണം മര്യാദയ്ക്കാണ് എഴുതി വെച്ചോ. ഒരു പക്ഷേ ശക്തമായി തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണമെന്നതാണ്. അത് ഓരോരുത്തരെ നിയമത്തിലൂടെയായിരിക്കാം, അതല്ലെങ്കിൽ മറ്റു വഴികളിലൂടെയായിരിക്കാം. അതുകൊണ്ട് അടിക്കുമ്പോൾ ഓർമ്മിച്ചോളം തിരിച്ചു കിട്ടുമെന്ന്. തിരിച്ചു കിട്ടാൻ അടിക്കണമെങ്കിൽ ഞങ്ങളുടെ ആരുടെയും കൈകൾ ഒരിക്കലും കനറ ബാങ്കിൽ ഞങ്ങൾ പണയപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ കൈകൾ കനറ ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്കൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിനെതിരെ ഒരിക്കലും ഞങ്ങൾ പ്രവർത്തിക്കില്ല. ആ നേതൃത്വം പറഞ്ഞാൽ ഞങ്ങൾ സുനാമി കഴിഞ്ഞ പദപ്പാട് പോലെ ഉടച്ചു നീക്കാൻ ഞങ്ങൾക്ക് കഴിയും. പക്ഷേ ഞങ്ങൾ നേതൃത്വമുള്ളവരാണ്, ഞങ്ങൾ നേതൃത്വമുള്ളവരാണ്, ഞങ്ങൾക്ക് തീപ്പൊരിപ്പേടിയുള്ളവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ താക്കീതായി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ അക്രമം നിങ്ങൾ അവസാനിപ്പിക്കുക. രാത്രിയുടെ മറവിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ അവസാനിപ്പിക്കുക. മഹല്ലത്തുകളെ രണ്ടാക്കുന്നതിനെ നിങ്ങൾ അവസാനിപ്പിക്കുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിൽ വിശ്വാസമുണ്ടെങ്കിൽ, ഈ പരിശുദ്ധ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പലപ്പോഴൊക്കെ ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ബ്രിട്ടീഷുകാരന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് കേരളത്തിലുള്ള മുസ്ലിം ലീഗിനെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ഈ ഇന്ത്യ കമ്പനിയുടെ ഈ മെസ്സേജ് പോലെ ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളെ പോലെ ഉന്നതമായ ആളുകളെ ഭിന്നിപ്പിച്ചിട്ട് അങ്ങനെ അതിൽ മുതലെടുക്കാൻ വേണ്ടി കാന്തപുരം ആരിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടെന്നാണ് ശക്തമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ കളിയാണെന്ന് മനസ്സിലാക്കണം. ഇത് പാലക്കാട് കുടുംബത്തിന്റെ കണിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരാണ്. ഇത് സമസ്തയുടെ പ്രവർത്തകന്മാരാണ്, SKSന്റെ പ്രവർത്തകന്മാരാണ് എന്ന് വളരെ വ്യക്തമായി എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിയിട്ട് ഒരിക്കലും കേരളത്തിൽ ഒരു ഇസ്ലാമിക ധർമ്മത്തിൽ നടത്താൻ ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിയില്ല. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നെളിഞ്ഞു നടക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇവിടെ നടക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ നടക്കുന്ന പ്രശ്നത്തിന്റെ പിന്നിലും ഇവിടെ നേതാക്കന്മാരുടെ കൈകളുണ്ട് എന്നതാണ് വസ്തുത. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്നവർ പണ്ഡിത വേഷധാരികളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പാവപ്പെട്ട സമുദായം, പാവപ്പെട്ട നിരപരാധികളായ ആളുകൾ, അവർക്ക് പക്ഷേ കാര്യങ്ങൾ അറിയില്ല. കാര്യങ്ങൾ അറിയുന്നവർ എത്രയോ ആളുകൾ പിരിഞ്ഞു കൊണ്ടുകൊണ്ടിരിക്കുന്നു. ഭാഗങ്ങളിലൊക്കെ SSFന്റെ സമ്മേളനത്തിന്റെ എഴുതാൻ വേണ്ടി ആളുകളെ വരാതെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്.
നമ്മൾക്കൊരു ആശ്വാസമുണ്ട്. കാന്തപുരത്തിന്റെ പ്രഖ്യാപനമനുസരിച്ച് എസ് സമ്മേളനം കഴിഞ്ഞാൽ നമ്മൾക്ക് തട്ടുപോകുമെന്നാണ് ഇത്ര പറഞ്ഞിട്ടുള്ളത്. ഞാൻ തിരിച്ചു പറയുന്നു, ആ സമ്മേളനത്തോടുകൂടെ നിങ്ങളുടെ അന്ത്യമായിരിക്കും ഇവിടെ എന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ പലതും നിങ്ങൾ പറഞ്ഞത് നിങ്ങളിലേക്ക് തിരിച്ചടിച്ചിട്ടുള്ള സംഭവങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിസ്റ്റർ കാന്തപുരത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ അടങ്ങിയിരിക്കണം. ഈ പള്ളിയുടെ വേഷം ധരിച്ചിട്ട് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ, പള്ളികളും മതങ്ങളും ഭിന്നിപ്പിക്കാൻ ഒരിക്കലും നിങ്ങൾ അനുയായികൾക്ക് നിർദ്ദേശം കൊടുക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരായ ബഹുമാനപ്പെട്ടവർ വഫാത്തായി 8-19 കൊല്ലം കഴിഞ്ഞ് അന്യപ്രസാദിന്റെ മക്കാവിലേക്ക് വന്ന് അവിടെ നേരത്തെ കഴിക്കുമെന്ന് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങനെ നിങ്ങൾ കുറിച്ച് കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കാന്തപുരത്തിന്റെ കൊല്ലി പിടിച്ച് നെറ്റിയിട്ട് നിങ്ങൾ ഉറച്ചു കഴിച്ചോളൂ. ഞങ്ങളങ്ങോട്ട് വരില്ല. ഞങ്ങളുടെ നേതാക്കന്മാരുടെ കാലിന്റെ ചുമട്ടേക്ക് വേണമെങ്കിൽ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ പെരുത്തപ്പെടണം. പറഞ്ഞത് നിങ്ങൾ പിൻവലിക്കണം. പറഞ്ഞതിന് നിങ്ങൾ പിന്മാറണം. നിങ്ങൾ ചെയ്തി കൂട്ടിയ നെറികേടുകൾ കേരളത്തിന്റെ മക്കൾ മറന്നിട്ടില്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ആയതുകൊണ്ട് ഈ പ്രതിഷേധ റാലി ഒരു തുടക്കം മാത്രമാണ്. വലിയൊരു പ്രതിഷേധത്തിന്റെ വിസ്ഫോടനത്തിന്റെ തുടക്കമാണ്. നിങ്ങൾ ഉറക്കം കൊടുന്ന രാത്രികളാണ് വരാനിരിക്കുന്നത്. മര്യാദയ്ക്ക് നിങ്ങൾക്ക് ഭാര്യമാരോടുകൂടെ വീട്ടിൽ കിടന്നിറങ്ങാൻ കഴിയില്ല. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ടിട്ടില്ലെങ്കിൽ എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. ആയതുകൊണ്ട് സമസ്തയുടെ ഭീകരങ്ങളും സമസ്തയുടെ കീഴിലുള്ള പ്രസ്ഥാനങ്ങളും സത്യത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, ഒത്തൊരുമത്തിന് വേണ്ടി ഇവിടെ നിലകൊള്ളുന്നുണ്ട്. ആ ഒത്തൊരുമ നിങ്ങൾ തകർക്കരുത്. നമ്മൾ പണ്ടേ പറയാറുള്ളത് പോലെ നമ്മുടെ ഹിന്ദു സുഹൃത്തുക്കൾ എത്രയോ ആളുകൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്നത് പോലെ ഐക്യത്തിന്റെ പാതയാണ് ഞങ്ങൾ പറയുന്നത്. മകരത്തിന്റെ മരം കോച്ചുകളോടൊപ്പം ശബരിമലയിലേക്ക് പോകാൻ ഉദ്രാക്ഷമാലയും ഭരത്ത വസ്ത്രം ധരിച്ച് കൗസല്യ സുപ്രജായാമ പൂർവസന്ധ്യ പ്രവർത്തകരെ കർത്തവ്യം ദൈവമാകമികം ഉത്തിഷ്ടേ ഗോവിന്ദ ഉത്തിഷ്ടേ കമലാകാന്ത ത്രൈലോക്യം മംഗളം ഗുരു എന്ന രാമന്റെയും സീതയുടെയും ഭഗവത്ഗീതയുടെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മാനസിക ഐക്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ اللهم انت السلام ومنك السلام واليك يرجع السلام حينا ربنا بالسلام എന്നാണ് ഞങ്ങൾ. പക്ഷേ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ആനയ്ക്കവർ നടക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായവുമായി, പ്രത്യേകിച്ച് സുന്നത്തിയമാക്കുന്ന ആളുകളുമായി അതിന് യാതൊരു ബന്ധവുമില്ല. അവർ ചെയ്യുന്ന പേക്കൂട്ടുകൾ മുസ്ലിം സമുദായത്തിന്റെ അക്കൗണ്ടിൽ ചേർത്തിക്കൂടാ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കൊക്കെ 1000 നന്ദി രേഖപ്പെടുത്തി സത്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തയ്യാറാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വാക്കുകൊണ്ട് ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.